അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഞങ്ങളായിട്ട് പിണറായിയെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിനി പ്രത്യേകിച്ചൊരു കൊടുക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഹാഷിം അരിയലിനെ പോലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി 2014 രൂപീകൃതമായിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നറിയാമോ? 1 ലക്ഷം രൂപയാണ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഞാൻ ശ്രീ ഹാഷിമിന് ഈ റിപ്പോർട്ട് അയച്ചു തരാം. ഇതിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ട് മകളൊരു IT കമ്പനി തുടങ്ങി. അത് 5 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് SFIO പറയുന്നുണ്ട് 1 ലക്ഷം രൂപയാണ്. എന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിനും കോളേജിനും വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ അടക്കമുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഇൻ്റർനാഷണൽ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. അത് ആർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളാണ്. ഇതിനകത്ത് SFIO പറയുന്നൊരു കാര്യമുണ്ട്. 2014 വെറും 5 ലക്ഷം രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഈ കമ്പനി 2017 വരുമ്പോൾ 100 കോടി ടേൺ ഓവറുള്ളൊരു കമ്പനിയായിട്ട് മാറുകയാണ്. ഇതിനകത്ത് 1-2 ചില കമ്പനികൾ ഇവരിൽ നിന്ന് ഈ സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മേജർ ഷെയർ ഓഫ് ഇൻകം ഫോർ ദിസ് കമ്പനി എന്ന് പറയുന്നത് ഈ CMRL-ആണ്. ഇനി CMRL എന്ന് പറയുന്ന കമ്പനി ഇതിനു മുമ്പ് മറ്റൊരു കമ്പനിയുമായിട്ട് ഈ ERP സൊല്യൂഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സമീപിച്ചിരുന്നു. അത് ATNA എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ആ കമ്പനിക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ കമ്പനിക്ക് ഈ CMRL കൊടുത്തിട്ടുള്ള തുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളതാണ്. കൊടുത്തിരിക്കുന്നത് 3.65 ലക്ഷമാണ്. അതേ ERP സൊല്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ CMRL കൊടുത്തത് 278 ലക്ഷം രൂപയാണ്. അതായത് 2.78 കോടിയാണ്. എന്നിട്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് ഈ ATNAയും അതോടൊപ്പം തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള പാരാമീറ്റേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് മാത്രം വായിക്കാം, നമ്മുടെ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, സ്റ്റഡി ഓഫ് ബിസിനസ് പ്രോസസ് കണ്ടക്റ്റഡ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ATNA നടത്തിയിട്ടുണ്ട്, എന്നാൽ എക്സാലോജിക്ക് ഇത് നടത്തിയിട്ടില്ല. കാരണം 2 കമ്പനികൾ തമ്മിൽ ഒരു ഇടപാടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, ഈ കോസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ ATNA? ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കോസ്റ്റ് നെഗോഷിയേഷൻ ഈ എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് മെയിലിലൂടെയാണ് ഏറ്റവും കൂടുതൽ നടക്കുക. 80 ഇമെയിൽസ് ഉണ്ട്. അതേസമയം ഈ എക്സാലോജിക്കുമായിട്ട് ഒരു ഇമെയിലും ഇല്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ SFIO ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പണം ആവശ്യപ്പെടുന്നതും പണം നൽകുന്നതുമായ ചില കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ് ഇമെയിൽ സന്ദേശങ്ങളിൽ ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ബിസിനസ് ട്രാൻസാക്ഷന് മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷമുള്ള കരാറിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള കാര്യമല്ല, അതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് പൈസ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താ, ഇവരുടെ തന്നെ ഈ CMRL-ന്റെ ഈ കർത്തയുടെ ഭാര്യയുടെ പേരിലുള്ളൊരു കമ്പനി ഏകദേശം 50 ലക്ഷം രൂപ വായ്പ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ലക്ഷം രൂപയാണ് ഇതുവരെ തിരിച്ചടച്ചിട്ടുള്ളത്, ബാക്കി പൈസയും തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനീസ് ആക്ട് പ്രകാരം ഈ SFIO ഇതൊക്കെ അന്വേഷിക്കാൻ ബാധ്യസ്ഥമാണ്. അവരന്വേഷിച്ചപ്പോഴാണ് ഈ 2.78 കോടി രൂപ, അത് നേരത്തെ വീണ്ടും നീലിമ ചോദിച്ചല്ലോ ശ്രീ ഹാഷിമിനോട്, എന്ത് സേവനമാണ് കൊടുത്തത്? ഇത് CMRL-നും പറയാൻ പറ്റിയിട്ടില്ല, അതോടൊപ്പം തന്നെ നമുക്കറിയാം എക്സാലോജിക്കൽ വീണയ്ക്കും പറയാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് കള്ളപ്പണത്തിൻ്റെ ഇടപാട് കാണുന്നത്. കള്ളപ്പണ ഇടപാടിനെക്കുറിച്ച് ED അന്വേഷിക്കാൻ തുടങ്ങുന്നതും അങ്ങനെയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ EDയെ പൂർണ്ണമായി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. ED ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിലൊക്കെ തെറ്റായിട്ട് സമീപനം അവരെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഏതെങ്കിലും ഒരു BJP നേതാവിൻ്റെ പേര് പറയാനുണ്ടെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് അവർ ഉപയോഗിക്കുന്നു. ഇവിടെ പ്രശ്നം പിണറായി വിജയനെതിരെ ഒരു കേസും ഇല്ല, CPM-നെതിരെ ഒരു കേസും ഇല്ല. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇതുണ്ടായി? ഇവിടെ ഇപ്പോൾ നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം ചോദിച്ചു, പരാജയമായി പോയി നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് ചെയ്യണമായിരുന്നു? അവരെ അടിച്ചോടിക്കണമായിരുന്നു. ഞാൻ പറയട്ടെ, ഇതിനകത്ത് വളരെ കൃത്യമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ കൃത്യമായി വിയോജിപ്പുണ്ട്. ഈ
IPS ഓഫീസർമാരൊക്കെ CPM നേതാക്കളോട് കെഞ്ചുന്ന ഭാഷ നമ്മൾ ഞാൻ പറഞ്ഞോട്ടെ. ആ പ്രതികളെ വിട്ടുതരൂ എന്ന് കെഞ്ചുന്ന IAS ഓഫീസർമാരെ കണ്ടു. യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിന് പറ്റിയത് ഇപ്പോഴും ആ പിണറായിസത്തിൽ നിന്ന്, പിണറായി ഭക്തരിൽ നിന്ന് കേരള പോലീസിനെ വിമുക്തരാക്കാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ അന്ന് കണ്ടത്. അല്ലല്ല, ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ഭരണത്തിലേറി 2 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലേ, 10 ദിവസമേ ആകപ്പാടെ ആയിട്ടുള്ളൂ. നീലിമേ, ആദ്യം മനസ്സിലാക്കുക, ബേസിക്കലായിട്ട് മനസ്സിലാക്കേണ്ട 10 ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ ഒന്നും നിവർന്നിരുന്നിട്ടില്ല. അതിനു മുമ്പെയാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെയാണ് എല്ലാ കേന്ദ്ര ഏജൻസികളും വരുന്നത്. കേന്ദ്ര ഏജൻസി റെയ്ഡിന് വരുമ്പം എല്ലാവരെയും നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അറിയിച്ചിട്ടല്ല വരുന്നത്. ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇവിടെ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇവിടെ മാത്രമല്ല, എപ്പോഴാണെങ്കിലും ഏത് സംസ്ഥാനത്ത് പോയാലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ കേന്ദ്രസേനയുമായിട്ടാണ് വന്നത്. കണ്ടില്ലേ നിങ്ങൾ, കേന്ദ്രസേന വന്നും AK-47 ഒക്കെ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു 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 സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് അവിടെ ഞങ്ങൾ കാണുന്നത് എന്താണ്, ആൾക്കൂട്ടം കൂടിയപ്പോഴാണ് അവിടെ റെയ്ഡ് നടക്കുന്നത് ഞങ്ങൾ അറിയുന്നത്. വളരെ കൃത്യമായിട്ട് അവിടെ പോലീസിനെ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം ഇവർ പറയുന്നത് പോലെ നമ്മളവിടെ അടിച്ചമർത്താനായിരുന്നു ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ബന്ദ്, അതോടൊപ്പം തന്നെ ഹർത്താൽ, അങ്ങനെ തുടങ്ങിയുള്ള കലാപരിപാടികളുമായി പോകേണ്ടിയിരുന്ന CPMന് അതൊന്നും നടക്കാത്തതിൻ്റെ ജാള്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു പോലീസ് ഓഫീസർ ആ പറഞ്ഞ പ്രതികളെ കൃത്യമായിട്ട് പിടിച്ചല്ലോ, 19 പേരെയും പിടിച്ചല്ലോ. അപ്പോൾ അത് നയപരമായൊരു തീരുമാനമാണ്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ആഭ്യന്തര വകുപ്പിൻ്റെ നയപരമായ തീരുമാനമാണ്. ഇനി ഇതിനകത്ത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ പോലീസ് ഓഫീസർ അസോസിയേഷൻ്റെ നേതാക്കന്മാരടക്കമുള്ള പല ആളുകൾക്കും ഒരുപാട് ചായ്വുകളുണ്ട്. അവർക്കെതിരെയൊക്കെ ഉടൻ തന്നെ നടപടി ഉണ്ടാവും. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെ തന്നെ പോലീസിൽ വലിയ റീഷഫിൾ നടക്കാൻ പോകുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളാരും ഇത്തരത്തിലുള്ള തെറ്റായ നടപടികളെ അംഗീകരിക്കാനോ അതിനെ പിന്താങ്ങാനോ ഒന്നും ഞങ്ങളാരും തയ്യാറില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ, അത് കേരളത്തിലാണെങ്കിൽ വിജിലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 5000 രൂപ ഇനാം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വിജിലൻസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ആശങ്കയൊന്നുമില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, SFIO പോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ശ്രീപത്മനാഭൻ അദ്ദേഹം മറുപടി പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ റെയ്ഡ് കൊണ്ട് ഇത് അവസാനിപ്പിക്കുമോ? ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ED റെയ്ഡ് കഴിഞ്ഞ 4 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു എപ്പോഴാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്? 2014 സമർപ്പിച്ച റിപ്പോർട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 2024 സമർപ്പിച്ച ഈ റിപ്പോർട്ടിൻ്റെ അന്വേഷണം 2 വർഷം കഴിഞ്ഞ് 2026 നിങ്ങൾ വരുന്നത്. ഇതൊക്കെ ഒരു പ്രഹസനമായി പോകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.